ചാക്കിലേക്ക് ആക്കാം. നല്ല ആരോഗ്യമുള്ളൊരു മീനാണ് കേട്ടോ. സൈസ് നോക്കിയൊക്കെ പിന്നെ മെരുങ്ങളില്ലേ വേ. നല്ല ാണ് അടിപൊളി മീനാണ് കേട്ടോ. ചമര നല്ല മീനാണ്. ഇങ്ങനെ ഗ്രിപ്പർ ഇട്ടിട്ടില്ലാണെങ്കിലേ നല്ല ചാട്ട ചേർന്നത്. ഇവിടെ നോക്കി നോക്ക്, ചെറിയ മീൻ. പറയുമ്പോൾ ഫ്രോഗിൻ്റെ വലിപ്പം നോക്കി നോക്ക്. ഇത്രയും വലിയ ഫ്രോഗിലടിച്ച മീനാണ് ഒരു കുഞ്ഞു മീൻ. നമുക്ക് ആദ്യം ഇതിൽ 2-3 എറിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോയ മൊത്തം സ്പോട്ടുകളാണ്. ഇവിടെ മൊത്തം ഒരുപാട് സ്പോട്ടുകളുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ താമരക്കൈ കണ്ട. ഈ പരിസരത്തൊന്നും ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാസ്റ്റിംഗുകാരില്ലാത്ത സ്ഥലം. ആയി മച്ചാമാരെ, ഏളി ഇൻ ദ മോർണിംഗ്. ഏളിയല്ല, ഏകദേശം 7 മണിയാണ് പറയും. 2 ഫ്രോഗുകൾ. അയ്യോ പോയി. ഒന്ന് ബ്രാവോയുടെ ഈ ഒരു ഫ്രോഗ് ഉണ്ടോ, ഈ ഒരു ഫ്രോഗും മറ്റൊന്ന് ഈ ഒരു ഫ്രോഗ്. ഈ ഒരു ഫ്രോഗ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. മച്ചാമാരെ, കിഡിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിഡിലെ റിസൾട്ട്. ഈ ഫ്രോഗിൻ്റെ പേര് ബ്രാവോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രോഗാണിട്ടത്. ബ്രാവോയുടെ മോട്ടോ എസ് എന്ന് പറഞ്ഞൊരു ഫ്രോഗാണിത്. ഒരു 6 സെൻറ്റിമീറ്റർ നീളം, 11 മുതൽ 13 ഗ്രാം വരെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. നല്ല കിഡിലെ റിസൾട്ട് ഉണ്ടാ. സോഫ്റ്റ് ഒരു സാധനം, നല്ല കിഡിലെ ഹുക്കപ്പും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹുക്ക് കൊടുത്താൽ തന്നെ സാധനം കയറി പോകട്ടാ. അടിപൊളി മീൻ, നല്ല ആക്ഷനുമാണ്. നമ്മൾ വിചാരിക്കും വലിയ മീനുകളെ മാത്രമേ കിട്ടുമെന്നുള്ളത്. പക്ഷേ വലിയ മീനുകളല്ല, ചെറിയ മീനുകളും എല്ലാം അടിക്കും കേട്ടോ. ഈ ഒരു ഫ്രോഗിൽ ഇപ്പോൾ മീൻ അടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇൻട്രോ ചെയ്യുന്നത്. വലിയ ഫ്രോഗാണ്, പക്ഷെ അടിക്കണത് ചെറിയ മീനും വലിയ മീനും എല്ലാ മീനും മിക്സ് ആയിട്ട് അടിക്കും കേട്ടോ. കിഡിലെ റിസൾട്ട് ഉള്ള സാധനം. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ റിസൾട്ട് ഒന്ന് കണ്ടു വെക്കുക. മീൻ അടിക്കണ അടി കണ്ടു വെക്കുക. വെൽക്കം ടു കരകടം വ്ളോഗ്സ്. നമ്മളപ്പോൾ വീണ്ടും ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പ്രധാനമായിട്ടും കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല മഴ പെയ്തതിന് ശേഷം ഒന്ന് തോർന്ന് എല്ലാം ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഞാനിപ്പോൾ പോണ സ്ഥലം മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ അധികം ചൂണ്ടക്കാർക്കൊന്നും അറിയാത്തൊരു സ്ഥലമാണ്. നല്ല ഒരുപാട് മീനുകളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കണ ഈ സ്ഥലം നോക്കിക്കോട്ടാ. എൻ്റെ ഈ ബാക്കിലൊന്നും ഒരാൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പോണ സ്പോട്ടിലേക്ക് ചൂണ്ടക്കാർ തീരെ വരാത്തൊരു സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഈ ഫ്രോഗ് വെള്ളത്തിൽ വീണ് ഉള്ള ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ മീനുകൾക്ക് അധികം അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, വേറെ കാര്യം കൂടിയുണ്ട്. മീനടിക്കാനുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാവോയുടെ ഒരു 2-3 ഫ്രോഗുകളുണ്ട്. ആ ഫ്രോഗുകൾ ഞാനിത് പരിചയപ്പെടുത്തി തരാം. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോഗുകൾ ഏതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഫ്രോഗുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പോണ സ്ഥലത്താണ് കേട്ടോ. മച്ചന്മാരെ കിട്ടിയില്ല സ്പോട്ടാണ്. ഒരു കുറുമ്പി പശുവൊക്കെ ഉണ്ട്. ഈ പശു എപ്പോൾ എന്നെ കാണുമ്പോഴും ഓടിക്കാൻ വരും കേട്ടോ. ഇപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. പക്ഷേ പാവമാണ് കേട്ടോ ആൾ. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് ശല്യപ്പെടുത്താൻ പോകണം. ഹായ്, ഗുഡ് മോർണിംഗ്. അയ്യോ പൊന്നെ, ഞാൻ ഇപ്പോൾ വീണായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടല്ല പോണത്. നമ്മൾ പോണ സ്പോട്ട് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ അപ്പുറം അവിടെ നല്ല ഒഴിഞ്ഞ ഗ്യാപ്പുകളുണ്ട് കേട്ടോ. ഇത് വെള്ളമാണ്, ചെറിയതാഴ്ചയുള്ളൂ. ഇതിനുള്ളിലൊക്കെ മീൻ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ മൊത്തം ഈ ചണ്ടിങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്കിതിൽ ഒന്നും കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വെള്ളം കാണാനുണ്ട്, അവിടെ നമുക്കറിയാം. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റി കാണാൻ പറ്റും. നമുക്ക് ആദ്യം ഇതിൽ 2-3 എറിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോയ മൊത്തം സ്പോട്ടുകളാണ്. ഇവിടെ മൊത്തം ഒരുപാട് സ്പോട്ടുകളുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ താമരക്കൈ കണ്ട. ഈ പരിസരത്തൊന്നും ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാസ്റ്റിംഗുകാരില്ലാത്ത സ്ഥലം. ഈ ഫ്രോഗാണ് നമ്മൾ യൂസ് ചെയ്യണത്. ചെറിയ മീനാണ്, നല്ല ഉക്കാണ്. അയ്യടാ, ചെറിയ മീൻ
പറയുമ്പോൾ ഫ്രോഗിൻ്റെ വലിപ്പം നോക്കി നോക്ക്. ഇത്രയും വലിയ ഫ്രോഗിലടിച്ച മീനാണ് ഒരു കുഞ്ഞു മീൻ. ഓ കേട്ടോ, കുഞ്ഞു മീൻ ഇത്രയും വലിയ ഫ്രോഗിലടിച്ചത്. നമ്മൾ പ്രധാനമായിട്ടേ ഈ വലിയ മീനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ഫ്രോഗ് ഇട്ടത്. ആ വലിയ ഫ്രോഗ് ഇട്ടിട്ട് നോക്കി നോക്ക്, ഒരു കുഞ്ഞു മീൻ കണ്ടോ, വലിയ ഫ്രോഗിലടിച്ചാണ്. ഇവൻ്റെ വായിൽ ഒതുങ്ങാത്തൊരു സാധനത്തിനെ ഒതുങ്ങുകയൊക്കെ ചെയ്യും, എന്നാലും വന്ന് അടിച്ചു നോക്ക്. കൂടുതൽ നമുക്ക് ഈ വലിയ മീനുകളാണ് ഇതിലൊക്കെ അടിക്കാം. ആദ്യത്തെ സ്ട്രൈക്ക് നോക്കി നോക്കിട്ടാ, നല്ല ഹുക്കാണ്, ഒരു രക്ഷയില്ല. ചെറിയ ഫ്രോഗിൽ വലിയ ഫ്രോഗിലടിച്ച് ചെറിയ മീൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ഹുക്ക് ഇങ്ങോട്ട് റിലീസ് ചെയ്യാം. ഇല്ല, കണ്ണിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്താ വലിയൊരു പരിക്കൊന്നും പറ്റിയിട്ടില്ല. നൈസായിട്ടുള്ള ഒരാൾ, ഒരു കുഞ്ഞൻ, ഇത്തിക്കുഞ്ഞൻ. ഇവനെ നമുക്ക് ഒഴിവാക്കാം, ചെറുതാണ് കണ്ടോ, വലിയ പരിക്കൊന്നും പറ്റില്ല. കണ്ണിൻ്റെ സൈഡിലാണ്, കണ്ണിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കിതിനെ ഒഴിവാക്കാം. പക്ഷേ ഈ ഫ്രോഗ് മച്ചാന്മാരെ ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി നോക്ക്, ബ്രാവോടെ ഫ്രോഗാണ്. ഒരു കുഞ്ഞനല്ല, ഏകദേശം ഒരു 10 ഗ്രാം വെയിറ്റുള്ള അത്യാവശ്യം വലിയ ഫ്രോഗാണ്. പക്ഷേ ഇതിലടിച്ച മീൻ കണ്ട ഒരു കുഞ്ഞൻ. എന്തായാലും നമുക്ക് അതിനെ ഒഴിവാക്കാം. ചെറിയ മീനുകളെ കൊണ്ടുപോയിട്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൊണ്ടായാൽ തന്നെ ഇവിടെ ഒരു മുറി പൊരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പം വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആർക്കെങ്കിലൊക്കെ കിട്ടിക്കോട്ടെ അല്ലേ. പോയി നേരത്തെ ഈ വെള്ളത്തിലാട്ടോ പോയത്. ഇവിടുന്ന് നേരെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ കാസ്റ്റ് ചെയ്യണ ഭാഗം തന്നെയാണ്, ഇവിടെ ചാലാണ്. അപ്പോൾ അവൻ പോയി. താറാവുകളൊക്കെ ഉണർന്നിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അവരവരുടെ ജോലി ഇറങ്ങിയിട്ടാണ്. ഇന്ന് എണ്ണം കുറവാണല്ലോ, ബാക്കിയെല്ലാം വെച്ച് കറി ഓക്കെ. ഒരു വരെ പണി ഇറങ്ങി. വാവ്, വൈബ് ഏരിയ. നല്ല ാണ്, അടിപൊളി മീനാണ് കേട്ടോ. ചുമര നല്ല മീനാണ്. പോകാൻ നോക്കിയാൽ മതി. ഇത് കുടുങ്ങിയ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഒരു നിർത്തുള്ളൂ. ഇവിടെ പോണതിന് ലിമിറ്റ് ഉണ്ട്, അതാണ് പ്രശ്നം. ആ രണ്ടിലെ കുടുങ്ങിയ മീൻ. ഒന്നുകിൽ അവൻ ചാടണം, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോകണം. അതിൽ കുടുങ്ങിപ്പോയി. മോനെ നല്ലൊരു തടിയ മീനാണ് കേട്ടോ. നമുക്ക് ആദ്യം കരയിൽ പോവാം. നല്ല സൈസ് മീൻ. ഫ്രോഗ് ഒരു രക്ഷയില്ല കേട്ടോ മച്ചന്മാരെ. ഇതിങ്ങനെ കിടന്ന് ചാടിയിട്ട് പോലും ഫ്രോഗിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഫ്രോഗിൻ്റെ ഹുക്കപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവനെ ഗ്രിപ്പർ ഇട്ടിട്ടില്ലാണെങ്കിലേ നല്ല ചാട്ട ചേർന്നത്. ഇവിടെ നോക്കി നോക്ക്, വാഴയുടെ ഇവിടെയാണ് സാധനം കയറിയത്. അതൊക്കെ എടുത്ത് പൊളിച്ചിട്ട് വരും. നല്ല ഹുക്ക്, കിട്ടില്ല ഹുക്ക്. ഫ്രോഗ് റിലീസ് ചെയ്യാനാണ് പാടിഞ്ഞിപ്പോൾ, അങ്ങനെ പൊളിച്ച് വെച്ചു. നല്ല ആരോഗ്യമുള്ളൊരു മീനാണ് കേട്ടോ. സൈസ് നോക്കി നോക്ക്. പിന്നെ മെരുങ്ങളില്ലേ പല്ലൊക്കെ കണ്ട, പല്ലൊക്കെ നോക്കി വയ്ക്കും. കിട്ടില്ല പല്ലുകൾ.
പക്ഷെ വായയുടെ ഈ ഭാഗം പൊളിഞ്ഞ്. കാരണം ആ ഹുക്കിൻ്റെ പവറാണ് കേട്ടോ. ഹുക്കിൻ്റെ പവർ അത് കറക്റ്റ് ഹുക്കാവും ചെയ്ത് ആ സാധനം കറക്റ്റായിട്ട് അങ്ങോട്ട് കയറും ചെയ്ത്. സൈസ് നോക്കിയത് ഒരു അടിപൊളി സാധനം കേട്ടോ പൊന്നെ. അപ്പോൾ നമുക്ക് നേരെ ചാക്കിലേക്ക് ആക്കാം. ചാക്ക് നമ്മൾ സേഫായിട്ട് നമുക്ക് കെട്ടിയേക്കാം, അല്ലാണ്ടെങ്കിൽ ഇവൻ അവൻ്റെ പാട്ടിൽ. ഭയങ്കര ആരോഗ്യമുള്ള മീനാണ് കേട്ടോ, നല്ല ആരോഗ്യം. അപ്പോൾ വെച്ചാൽ വരെ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ. കിട്ടിയ മീൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ വീണ്ടും പോകും, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ബൈ, നാളെ കാണാം.